നല്ല കാറ്റത്ത് ധാരാളം മാങ്ങ വീണ് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, മാങ്ങ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കാം. എല്ലാ മാങ്ങകളും വൃത്തിയായി കഴുകിയതിന് ശേഷം ഓരോ മാങ്ങ എടുത്ത് അതിൻ്റെ തൊലി കളയുക വെച്ചെങ്കിൽ ചെത്തരുത്, കൈകൊണ്ട് ഉരിച്ചെടുക്കണത്. ചെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മാംസമായിട്ടുള്ള ഭാഗം കൂടുതലും, അല്ലെങ്കിൽ തന്നെ കുഞ്ഞു മാങ്ങകളാണ്, അപ്പോൾ പിന്നെ അതിലധികം ഉണ്ടാവില്ല. ഇങ്ങനെ ഉരിഞ്ഞെടുക്കണത് കണ്ടോ. കോൾഡ് വേറെ ശബ്ദം അങ്ങനെ ഇരിക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാം മാങ്ങി ഉരിഞ്ഞെടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോലൊരു കാര്യമുണ്ട്. തോല് നമുക്ക് മാങ്ങ വേവിക്കണമെങ്കിൽ വെള്ളം വേണ്ടേ, അതിന് നമുക്ക് തോലൊരു പാത്രത്തിലിട്ടിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി എടുക്കണം തോല്. അപ്പോൾ നമുക്ക് അതിനാവശ്യത്തിനുള്ള വെള്ളമായി കുക്കറിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുക്കറിൽ അടി പിടിക്കില്ലേ. നല്ലതുപോലെ ഞെരടി എടുക്കുക. ഇതന്നെ ജ്യൂസായിട്ട് കിട്ടുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ, അത് കാരണം മധുരമൊന്നും ചേർക്കേണ്ട അതിൽ. നല്ലോണം ഞെരടി എടുത്താൽ നമുക്ക് കുക്കറിൽ ഒഴിക്കാനുള്ള വെള്ളമായി. പണ്ടൊക്കെ നമ്മൾ മാങ്ങ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഇതുപോലെ ചെയ്യും. ഇപ്പം മാങ്ങ കൂടുതൽ കിട്ടുന്ന സമയത്തൊന്നും ചെയ്യില്ല, ഇല്ലാതെ ആയാലൊക്കെ ചെയ്യും നമ്മൾ. ഇത് നല്ലതുപോലെ വെള്ളമായി. ഈ മാങ്ങ എടുത്ത് അത് ഇനി കുക്കറിലേക്ക് ഒഴിക്കുമ്പോൾ അരിച്ചൊഴിക്കണം കേട്ടോ. അതിൽ ചിലപ്പോൾ മാങ്ങയുടെ തോലൊക്കെ ഉണ്ടാവും, അത് പെടാൻ പാടില്ല. അത് പെട്ടാൽ അതിൽ കറുത്ത കളറായിട്ട് കിടക്കും കണ്ടോ. ഇനി നമുക്ക് കുക്കറിൽ വെച്ച് ഒരു 2 വിസിലടിപ്പിക്കാം, മാങ്ങ നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ചൂടാറിയതിന് ശേഷം തുറക്കുക. കുറച്ച് കാലത്ത് വെച്ചാൽ വൈകുന്നേരമൊക്കെ തുറക്കാൻ പറ്റുള്ളൂ. ഞാൻ നൈറ്റ് വെച്ചിട്ട് കാലത്തെടുക്കുക ചെയ്തത്. ഇനി ഇതിനെ നമുക്ക് ഓരോ ഇതായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തത് ഇതേപോലെ കിട്ടും കണ്ടോ. ജ്യൂസ് നല്ല കട്ടിയായിട്ടുള്ള പൾപ്പ് അത്. അതിനെ നമ്മൾ കുറുക്കി അധികം കട്ടാക്കണ്ട, അങ്ങനെ കുറച്ച് ലൂസിലെടുത്ത് നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. നല്ലതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ സിട്രിക് ആസിഡ്, ഇല്ലെങ്കിൽ ചെറുനാരങ്ങയില്ലേ അതിൻ്റെ നീര് ഒരു അരമുറി ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. തിളച്ച് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണ പരുവാകുമ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്തിടാം. അതിലിങ്ങനെ അറിയാൻ നമുക്കിങ്ങനെ കണ്ടു പത വരണുണ്ട്, ഇങ്ങനെ തിളച്ചിട്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടു ഓഫ് ചെയ്തത് പുറത്ത് എത്ര നാൾ വേണമെങ്കിൽ വെക്കാം കുപ്പിയിലാക്കിയിട്ട്. കുപ്പി വായു കടക്കാത്ത രീതിയിൽ നിറയ്ക്കണം എന്ന് മാത്രം ഐറ്റം, അല്ലെങ്കിൽ അതിലേക്ക് എയർ കിടന്നാൽ അത് ഇതാവും. ഇത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിട്രിക് ആസിഡ് ഇട്ടത്. ഫ്രിഡ്ജിലെ വെക്കണമെന്ന് വെച്ചാൽ ഒന്നും ഇടണ്ട, നമുക്ക് ഒരു 5-6 മാസം വരെയൊക്കെ ഇടാം. നല്ല ചൂടിൽ തന്നെ ഒഴിച്ച് വെക്കാം കേട്ടോ കുപ്പിയിൽ. പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ പറ്റില്ല, ബോട്ടിലേ പറ്റുള്ളൂ. ഇതിൽ നിറച്ചൊഴിച്ചതിന് ശേഷം ഇപ്പം അടയ്ക്കരുത്, ചൂടാറിയതിന് ശേഷം അടയ്ക്കട്ടെ. ഞാൻ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അടച്ച് കാണിച്ചതാണ്. ഇഷ്ടമായ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.